ഹായ് ഹലോ വെൽക്കം ടു Nethyasmagic. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്കാണ് കേട്ടോ. ബദാം മിൽക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അതിലൊരു രീതിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാനിവിടെ 25 ബദാം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ബദാം മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബദാം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അതിനായി നമുക്ക് ഈ ബദാം നന്നായി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽ കൂടി തിളപ്പിക്കാൻ വെക്കാം. 2 ഗ്ലാസ് പാലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാട തട്ടാൻ ചാൻസ് ഉണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബദാം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബദാമിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. ഇനി നമ്മൾ തൊലിച്ചെടുത്ത ബദാം കുറച്ച് പാലുകൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് പാലിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാലല്ല, ഇതല്ലാതെ മാറ്റി വെച്ചിരുന്ന പാലാണ്. പാലിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ച സമയത്ത് ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. പാലിപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം. ഇനി നമുക്ക് ബദാം അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ബദാം മിൽക്ക് റെഡിയാവും. ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി കുറുകി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കുങ്കുമപ്പൂ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ചൂടോടുകൂടിയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കുടിക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ ഇതൊന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്